റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ധനസഹായത്തിൽ ക്രമക്കേട്. 181 പേർക്ക് 2 തവണയാണ് ധനസഹായം നൽകിയത്. മാർച്ച് 30-31 ദിവസങ്ങളായാണ് ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നത്. പ്രതിദിനം 359 രൂപ നിരക്കിൽ 91 ദിവസത്തേക്ക് 32,699 രൂപയാണ് നൽകിയത്. മുതലപ്പുഴയിൽ മണൽ മൂടിയതോടെ നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾക്ക് പകരമായാണ് സർക്കാർ ധനസഹായം. മുതലപ്പുഴയിൽ മത്സ്യബന്ധനം അത് മണൽ മൂടിയിട്ടാണ്. ഡ്രഡ്ജിങ് ഒക്കെ പിന്നീടുള്ള സംഭവമാണ്. മണൽ മൂടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് സർക്കാർ 359 രൂപ ഒരു ദിവസം എന്ന രീതിയിൽ 91 ദിവസത്തേക്ക് 32,699 രൂപ, ഇത് 669 രൂപ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. ഈ നൽകിയതിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏകദേശം 10-200ഓളം പേർക്ക് 2 പ്രാവശ്യമായിട്ട് 32,000 രൂപ വന്നിട്ടുണ്ട്. 32,000 സംതിങ് രൂപ വീതം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് വീണ്ടും വ്യാപകമാവുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് ഒരുപാട്, പക്ഷേ കിട്ടുന്നവരാരും പുറത്ത് പറയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. ചിലർക്കെങ്കിലും അറിയാം സർക്കാരിൻ്റെ പൈസ എങ്ങനെയായിരുന്നാലും തെറ്റി അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അവിടെ അന്വേഷിച്ചു പോയി. ഇപ്പോൾ ഇവർക്ക് അന്വേഷിച്ച് പോയപ്പോൾ പോലും അവർ കൃത്യമായിട്ടൊരു മറുപടി നൽകുന്നില്ല. ഏകദേശം കുറച്ച് ആളുകളുടെ അക്കൗണ്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽസും പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യമായിട്ടും ഇത്തരത്തിൽ തുക തന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് മറച്ചു വയ്ക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വയ്യ. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ഏതെങ്കിലും തരത്തിലൊരു സാങ്കേതിക പിശവ് വന്നതാണോ അതോ ഈ ക്രമക്കേട് നടത്തിയതാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? വിനീത, ഇത് കഴിഞ്ഞ 2025 വർഷക്കാലത്താണ് ഈ മുതലപ്പുഴയിൽ മണൽ മൂടിയത്. അതിന് പിന്നാലെ ചിറയൻകീഴ് പുത്തൻതോപ്പ് മത്സ്യഭവനുകളുടെ കീഴിലായിട്ട് 2433 മത്സ്യത്തൊഴിലാളികളെയാണ് സർക്കാർ ഈ ഇനത്തിൽ ഈ ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് പരിഗണിച്ചത്. അതുപ്രകാരം ഇക്കഴിഞ്ഞ മാർച്ച് മാസം 15-ാം തീയതിയാണ് ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് ഒരു പ്രതിദിനം 359 രൂപ നിരക്കിൽ 32,699 രൂപ നൽകാമെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ 91 ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ധനസഹായം നൽകാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ മാർച്ച് മാസം തന്നെ 31 തീയതികളിലായിട്ട് ഈ തുക നൽകുകയും ചെയ്തു. നമുക്ക് കിട്ടിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 181 പേർക്ക് ഈ തരത്തിൽ 2 തവണയായിട്ട് ഈ 2 ദിവസങ്ങളിലായിട്ടാണ് 32,669 രൂപ ഈ മത്സ്യത്തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചത്. നിലവിൽ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഈ വിവരം തേടിയപ്പോൾ പോലും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ അഞ്ചുതെങ്ങ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനായിട്ടുള്ള അഞ്ചുതെങ്ങ് സജനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ഈ പരാതിയിൽ ഒരു നടപടി പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അരുൺ സോളമനാണ് ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയം.